നൂറുകണക്കിന് സൂര്യകാന്തി പൂക്കൾ. സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ തൃശൂർ പുല്ലഴി കോൾപ്പടവിലേക്ക് പോകാം. ജില്ലാ കോൾ കർഷക സംഘം സെക്രട്ടറിയും പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘം പ്രസിഡന്റുമായ കോളങ്ങാട്ട് ഗോപിനാഥന്റെ നേതൃത്വത്തിലാണ് കൃഷി നടക്കുന്നത്. സൂര്യകാന്തി നമ്മൾ എണ്ണ ഇതിന്റെ വിത്ത് എടുത്ത് നമ്മൾ എണ്ണ ആട്ടും. സ്വന്തം നമ്മൾ നേരിട്ട് തന്നെ വിത്ത് ആട്ടി നമ്മൾ അതിൻ്റെ ഇതെടുക്കും. അതുതന്നെ വേറെ പ്രത്യേകതകളുണ്ട്. സൂര്യകാന്തിയുടെ എണ്ണ ഈ സൺഫ്ലവർ ഓയിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനാട്ടിലും വളരെ കട്ടി കൂടുതൽ തേൻ മാറിയിട്ടുള്ളതാണ്. കടയിൽ കുറച്ച് ഓയിലായിട്ടുള്ള രൂപത്തിൽ എടുക്കുന്നു, നമ്മൾ നല്ല കട്ടിയിൽ എടുക്കുന്നു. അപ്പോൾ നമുക്കൊരു കിലോ സൂര്യകാന്തിയിൽ നിന്ന് നമുക്ക് 300 ഗ്രാം ഇതാക്കി നമുക്ക് കിട്ടുള്ളൂ. സൂര്യകാന്തി കൃഷി ആരംഭിച്ചിട്ട് 4 വർഷത്തിൽ അധികമായി. വർഷം തോറും മനോഹരമായ സൂര്യകാന്തിയിൽ നിന്നും സൂര്യകാന്തി എണ്ണ ഉൽപ്പാദിപ്പിക്കലാണ് ലക്ഷ്യം. 40 ഏക്കർ കൃഷിയുടെ തന്നെ വരമ്പത്താണ് സൂര്യകാന്തി കൃഷി ചെയ്തു വരുന്നത്. വരും വർഷങ്ങളിൽ സൂര്യകാന്തി കൃഷിക്ക് പുറമെ മറ്റു പല പരീക്ഷണങ്ങൾ നടത്താൻ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. സൂര്യകാന്തിക്ക് പുറമെ ഉള്ളി, പയർ, പാവയ്ക്ക കൃഷി ഇവയും ചെയ്തു വരുന്നു. ഞാൻ പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റും ജില്ലാ കോൾ കർഷക സംഘത്തിൻ്റെ സെക്രട്ടറിയും കൂടിയാണ്. ഞാൻ കുറച്ചു കാലമായി നെല്ലിനോടൊപ്പം തന്നെ പച്ചക്കറി കൃഷി, അതിനോടൊപ്പം തന്നെ സൂര്യകാന്തി, ഉള്ളി അങ്ങനെയുള്ള മറ്റുള്ള പച്ചക്കറികൾ വേറെ. ഈ പ്രാവശ്യം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുതിയതായിട്ട് കുറച്ച് ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് സാധാരണ നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ്, അതേമാതിരി തന്നെ കടുക്, അതേമാതിരി തന്നെ അങ്ങനെ പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഉൽപ്പാദനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വെയിലിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം, നമുക്ക് ഭീമമായ ചൂട് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. എന്നാലും ഞങ്ങൾ പിടിച്ചു നിർത്തുന്നു. ഇത് വൻ വിജയമാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത പ്രാവശ്യം ഇനിയും വെറൈറ്റി സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കൂടുതൽ സ്ഥലങ്ങൾ, ഇപ്പോൾ 40 ഏക്കറുടെ വരമ്പത്ത് ഞങ്ങളിത് ഇട്ട് ഇവിടെ കാണികൾ തന്നെ വന്ന് ഞങ്ങൾക്ക് കാണികളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് അയ്യന്തോൾ കൃഷിഭവനിൽ നിന്ന് വളരെയധികം സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാകുന്നു. അതേമാതിരി തന്നെ ജില്ലാ ഭരണകൂടം എന്ന് വെച്ചാൽ MLA അടക്കം നമുക്ക് വളരെയധികം, മേയർ, അതേമാതിരി അങ്ങനെയുള്ള ആളുകളുടെ എല്ലാ ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട്. ഇനിയും പുരോഗതിയിലേക്ക് നമ്മൾ ഇത് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.